പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു സാബത്ത് ദിനത്തില് പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഈ സമയം നിങ്ങൾ ആയിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെന്താ കോടയും കാര്യങ്ങളൊക്കെ അല്ലേ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നില്ലേ? അതായത് നമ്മളുടെ മൗണ്ട് നെബോ, അതായത് വാഗമണ്ണിലുള്ള പാലാ രൂപതയിലെ ഒരു ധ്യാന കേന്ദ്രമാണ്. ബഹുമാനപ്പെട്ട തോമസ് അച്ഛനാണ് ഇവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. ഞാനിവിടെ വരുമ്പോഴാണ് ഇതൊക്കെ, ഞാൻ ബേബി പോൾ മാസ്റ്റർ കൂടെ വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. 7 ദിവസത്തെ ധ്യാനമായിരുന്നു. അതിൽ ഈ തോമസ് അച്ഛൻ്റെ പ്രത്യേകത എക്സോർസിസത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള അച്ഛനാണ്. അതിനേക്കാളും ഒരു ശക്തമായ വിധത്തിൽ ബൈബിള്, അതുപോലെ സഭാ പ്രബോധനങ്ങൾ, അതുപോലെ തന്നെ വിശുദ്ധരുടെ ജീവിതം, ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ശുശ്രൂഷയായിരുന്നു. വലിയൊരു അനോയിന്റിങ് ആയിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ വെറുതെ മൗണ്ട് നെബോ റിട്രീറ്റ് സെന്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇവിടെ എപ്പോഴെങ്കിലൊക്കെ വരാൻ പറ്റുവാണെങ്കിൽ വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ വരുന്ന വ്യാഴാഴ്ചയിലെ കാര്യം മറന്നിട്ടില്ലല്ലോ. ഇന്ന് നമ്മൾ ഇനി സമയം കളയാതെ പെട്ടെന്ന് പറയാണ് കേട്ടോ. മഴയുടെ ഒരു അന്തരീക്ഷമൊക്കെയാണ് ഇവിടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 1:8 ഒരിക്കൽ കൂടി. അതായത് ഈ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് മുമ്പ് ഇത് പറഞ്ഞിരുന്നതിൻ്റെ അർത്ഥം അത് വചനം എങ്ങനെയാണ്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ്. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഒരു പുതിയ മാസത്തിലേക്ക് അല്ലെ, സെപ്റ്റംബർ മാസം 1, 8 നോമ്പിന്റെ ആരംഭം. അപ്പൊ അതുകൊണ്ട് നോക്കിയേ, ഈ 8 ദിവസങ്ങള് പരിശുദ്ധ അമ്മയോട് ചേർന്ന് മുഴുവൻ കൊന്ത, അതുപോലെ തന്നെ എല്ലാ ദിവസവും, ഇന്നിപ്പോ ഓൾറെഡി ബലി അർപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ, നാളെ തുടങ്ങി വിശുദ്ധിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, നോമ്പെടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ മകനെയും മകളെയും, ഇനി ആർക്കെങ്കിലും ഇത് 8 നോമ്പ് ആരംഭിച്ചിട്ട് ഇല്ല എന്നൊക്കെ കരുതുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കർത്താവേ, അവർക്കെല്ലാം ബോധ്യങ്ങൾ നൽകണമേ. ഈ 8 നോമ്പ് വലിയ അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും ദിനങ്ങളായി തീരട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, വചനത്തിന്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.